ഹായ്. നോമ്പ് സ്പെഷ്യൽ പള്ളിയിലെ കഞ്ഞിയാണ് കേട്ടോ. പള്ളിക്കഞ്ഞി, പള്ളിയിലെ കഞ്ഞി, ഹെൽത്തി പള്ളിക്കഞ്ഞി. പള്ളിയിലെ കഞ്ഞി. ചെറുപയറാണ് ഇത്. ചെറുപയർ തോരൻ വെച്ചിട്ട് കഞ്ഞിയുടെ കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റിട്ട് അത്രേ ഉള്ളൂ. ഞാനാണെങ്കിലേ അയ്യപ്പ കഞ്ഞിയുടെ കാര്യം പറയൂലേ, അതുപോലെ അയ്യപ്പ കഞ്ഞിയുടെ മറ്റൊരു മുഖമാണ് നോമ്പ് കഞ്ഞി. സൂപ്പർ. ആഹാ, നോമ്പ് കഞ്ഞി. അടുത്തത് വേറെ സംഭവങ്ങളുണ്ട്. ഇതല്ല, ഇത് നമ്മളെ കടയിലെ ചോറ് പൊതി. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞു എനിക്കിന്ന് രാത്രി എടുക്കുന്നത് കൊണ്ട് ഒന്ന് വാഴയിലയിൽ വെച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വെച്ച് തരുന്നു. ഇല്ല, കൊണ്ടാട്ട മുളകാണ് ഇത്, ഒത്തിരി എടുത്ത് തരുമോ? എൻ്റെ കൊണ്ടാട്ട മുളക്. ഇത് കാക്കച്ചിക്ക് കത്തിട്ടോ തിന്നാനായിട്ട് കഞ്ഞീരോടെ കഴിക്കാൻ അവിയലേ കത്തിട്ടോ അവിയലേ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് തന്നെ വേറെ കുറേ കാര്യങ്ങളും കൂടെ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വൈകുന്നേരം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു കാക്കച്ചിയോട്. ഇനി നമ്മുടെ അച്ചാർ. ഇന്ന് വങ്കടക്കറിയായിരുന്നു. അച്ചാർ, ചമ്മന്തിപ്പൊടി, വിഴുക്ക് വരട്ടി, പിന്നെ അവിയൽ, സാമ്പാർ, കൊണ്ടാട്ട മുളക്, പിന്നെന്തോന്നും മീൻകറി, വങ്കടക്കറിയായിരുന്നു. ഇത് നമ്മളെ മാങ്ങ അച്ചാറാണ്, നമ്മുടെ നൈമിത്രയുടെ മാങ്ങ അച്ചാറാണ്. ഇന്ന് എൻ്റെ ചേച്ചി പറഞ്ഞു ഒരു സ്ഥലത്ത് അച്ചാറിൻ്റെ വീഡിയോ ഇട്ടേക്കുന്നു, അല്ല പോസ്റ്റ് ഇട്ടേക്കുന്നു. ഓരോ സാധനങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്ന നമുക്ക് മീനച്ചാറൊക്കെ 550 ആണെങ്കിൽ അത് 700 രൂപയൊക്കെയാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും അവരുടേതായ ലാഭം കിട്ടണ്ടേ. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ക്വാളിറ്റി എന്തെങ്കിലും. ഈ കറി എടുത്ത് ഇവിടെ ഒത്തു വെച്ച് തരുമോ? എനിക്ക് ആ മീൻ കറി നമ്മുടെ വങ്കടക്കറിയാണത്. വങ്കടക്കറി, കടയിലെ വങ്കടക്കറിയാണ് ഇത്. വങ്കടയുടെ വലിയ തലയാണ്. ഇതൊക്കെ കൂട്ടിയാണ് ഞാൻ ഇന്ന് എൻ്റെ ചോറ്റ് പാത്രം കാണിക്കുന്നത് കേട്ടോ. ആ ഓക്കെ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ്. എനിക്കിന്ന് ഒരു വിഷയം സംസാരിക്കാണ്ട്. അപ്പോൾ ഞാൻ കാക്കച്ചിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണൂലേ? അപ്പോൾ ആദ്യം കാക്കച്ചിക്ക് കൊടുക്കുകയും കാക്കച്ചി സംസാരിച്ച് തീർന്നു ഞാൻ സംസാരിക്കാം. പറഞ്ഞോ, എന്തെങ്കിലും നമ്മുടെ ഫോളോവേഴ്സിൻ്റെ അടുത്തൊക്കെ പറയാനുണ്ടെങ്കിൽ പറ, പിന്നെ ഞാൻ പറയാം. നോമ്പിൻ്റെ തിരക്കും ചൂടിൻ്റെ ഒരു പൊരിച്ചിലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് സൂപ്പറാണ്. വെള്ളം കൂടി തന്നെയാണ് മെയിൻ കേട്ടോ. ആഹാരം കഴിക്കലൊക്കെ വളരെ കുറവാണ്. ആഹാരം വേണ്ട, വെള്ളം ഒരു 4-5 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരമൊന്നും വേണ്ട. അതാണ് അവസ്ഥ. അത് എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്, വേറെ ചിലരുടെ കാര്യമൊന്നും അല്ലേ. ഓക്കെ, ഞാൻ ആഹാരം കഴിക്കാറുണ്ട്. പിന്നെ നമ്മൾ കുറേ ആളുകൊണ്ട് വീഡിയോ ഇടൽ ഇച്ചിരി കുറവുണ്ട് അല്ലേ? കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എത്ര പേരാണ് ഇന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് നമ്മളെ കടയിൽ വന്നത്? നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്, നമ്മളോട് സ്നേഹം പറയുന്നുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. നമുക്ക് മെയിനായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് സമയത്തിൻ്റെ ഒരു പ്രശ്നം, പിന്നെ സൗകര്യത്തിൻ്റെ കുറവ്, അതൊക്കെ തന്നെയാണ്. ഇപ്പം വീഡിയോ പിടിക്കാനൊന്നുള്ള സമയമില്ല, സൗകര്യമില്ല, അതാണ് മെയിൻ പ്രശ്നം. അതൊക്കെ മാറും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് താമസിക്കാതെ സ്ഥിരമായിട്ട് നമ്മൾ യാത്ര പോയിട്ട് 2 മാസത്തിൽ കൂടുതൽ എവിടെയെങ്കിലും ഒരു യാത്ര പോയിട്ട് അല്ലേ? പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ദിവസങ്ങളിലൊന്നും നമ്മൾ യാത്ര പോയിട്ടില്ല. സാധാരണ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം എവിടെയെങ്കിലും ഒന്ന് യാത്രയൊക്കെ പോകുന്നതായിരുന്നു. ഇപ്രാവശ്യം ഇപ്പം 2-3 മാസം കൊണ്ട് അങ്ങനെയൊന്നും പോയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ആരുമായിട്ട് ഒരു അകൽച്ച ഫീൽ ആവുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? അത് അങ്ങനെ ആവുന്നുണ്ടോ? എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര മിസ്സിംഗ് ഉണ്ട്. ഒരുപാട് പേരുമായിട്ട് നമ്മൾ ഡെയിലി ഒരു കമ്മ്യൂണിക്കേഷൻ, വീഡിയോ വഴിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. പലരും ചോദിക്കുന്നുമുണ്ട് എന്താ വീഡിയോ ഒന്നും എടുക്കാത്തത്, വീഡിയോ ഇടാത്ത എന്താണെന്ന് ചോദിക്കുന്നുമുണ്ട്. ഒന്നാമത്തെ കാര്യം ചൂടായപ്പം അപ്പോൾ കടയിൽ സെയിൽ കുറവായിരിക്കും ചൂട് സമയത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെ അറിയാമല്ലോ, ഒരുപാട് സ്ട്രഗ്ലിംഗ് ടൈമിലൂടെ കടന്നു പോകുകയാണ്. അപ്പം നമുക്ക് അതൊരു ടെൻഷനായിരിക്കും.
അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഹോൾസെയിലായിട്ട് ആരും വന്ന് ചോദിക്കും കുറച്ച് അധികം സാധനം വേണമെന്ന് പറയുമ്പോൾ അത് പിന്നെ ഉണ്ടാക്കുന്ന ഒരു തിരക്കായിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ കയറി ഇറങ്ങി എല്ലാ കച്ചവടക്കാർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതുണ്ട്. ആ ബുദ്ധിമുട്ട്, ആ മാനസിക വിഷമമുണ്ട്, നല്ലോണം ഉണ്ട് എൻ്റെ കുടുംബത്തിൽ. പിന്നെ എങ്ങും യാത്ര പോകാൻ പറ്റാത്തതിൻ്റെ വളരെ വലിയൊരു വിഷമമുണ്ട്. കാരണം എന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മാത്രമായിട്ട് മനുഷ്യൻ ജീവിക്കണം. എത്രയോ പേര് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. യാത്ര പോയില്ലെങ്കിലും മനസ്സൊക്കെ സന്തോഷമായിട്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ കണ്ടത് വെച്ചിട്ട് നമ്മുടെ അഫാൻ്റെ സംഭവം, അഫാൻ്റെ ഉമ്മ SKN പിന്നെ നമ്മുടെ 24-ൻ്റെ SKN വന്നപ്പോൾ അഫാൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. സാറേ എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. അങ്ങനെ പറയാൻ എങ്ങനെ തോന്നുന്നു? ഇളയ കൊച്ചിനെ ഈ മോനാണ് കൊന്നു കളഞ്ഞതെന്ന് അറിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ സാറേ എന്ന് പറയുന്നതിന് പോലെ എൻ്റെ മോനാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അവരോടുള്ള ആ ഒരു ഇത് പിന്നെ ഇഷ്ടവും അവരോട് സഹതാപവും. സത്യം പറയല്ല, ഞാനൊരു പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു എനിക്ക് പാവം തോന്നിയിട്ട് അവരോട്, കഷ്ടം എന്നൊക്കെ പറയാം. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞ് തെറ്റാണ്, ദീദി അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പോസ്റ്റൊക്കെ പിൻവലിച്ചായിരുന്നു. ഇന്ന് എനിക്ക് അവർ പറയുന്നിട്ടപ്പോൾ ഉണ്ടല്ലോ, ലോകത്ത് മാതാപിതാക്കളാണ് മക്കളെ ഇല്ലാതാക്കി കളയുന്നതിൻ്റെ തെളിവ് സ്വാർത്ഥത. എൻ്റെ കുഞ്ഞ് എൻ്റെ കുട്ടി രക്ഷപ്പെടണം. ഇന്നും പാവപ്പെട്ട മനുഷ്യരെ എല്ലാം കൊന്നു കളഞ്ഞിട്ട് അങ്ങനെ എത്ര സ്ഥലങ്ങളിലെ അക്രമം. ഈ വെഞ്ഞാറമുട്ടിലെ കാര്യം തന്നെ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, വെഞ്ഞാറമുട്ടിലെ പ്രശ്നം നമ്മുടെ തൊട്ടടുത്താണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നു. മാനസിക അറിയാൻ പറയല്ലേ, ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ വീട്ടിലെ പ്രശ്നമായിട്ട് ആണ് കാണുന്നത്. നാളെ നമ്മുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഇനി സംസാരം ഇപ്പോൾ ശ്വാസം മുട്ടുന്നു. അപ്പം അതൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ചോറ്റുപാത്രമാണ് കഴിക്കുന്നത്. രാത്രിയാണ് ഇന്നെൻ്റെ ചോറ്റുപാത്രം. നമ്മൾ സന്ധ്യയ്ക്ക് കഴിക്കുന്ന ഫുഡാണ്. അപ്പോൾ കാക്കജി പറഞ്ഞു എന്നാലും പറഞ്ഞ് അവസാനിപ്പിച്ചോ. ഇത് താങ്കളുടെ മീനാണ്. പറഞ്ഞ് കഞ്ഞി തീർത്ത് കേട്ടോ. സംസാരത്തിൻ്റെ ഇടയിൽ അത് കഞ്ഞി തീർന്നത് അറിഞ്ഞില്ല. അങ്ങനെ പറയാം. ഇപ്പോഴത്തെ ഇപ്പം ലഹരിക്കെതിരെയാണ് 24 ഒരു യാത്ര നടത്തുന്നത്. ഇന്ന് കിളിമാനൂരൊക്കെ ആയിരുന്നു. എന്താണ് അതിന് പറയാനുള്ള? അതെ, ഈ ലഹരിക്കെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ സർക്കാരാണ് ഇതിന് എല്ലാത്തിനും മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടുന്നത്. എന്തായാലും ഈ രാഷ്ട്രീയക്കാരുടെ ഒരു സപ്പോർട്ടോടുകൂടിയാണ് ലഹരി കച്ചവടം നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും വലിയ സംശയമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് ഒതുക്കാൻ പറ്റും എന്നുള്ളതിനും സംശയമുണ്ട്. ഈ ഒരു ഓളം, ഈ ലഹരിക്കെതിരെയുള്ള ഓളം പെട്ടെന്ന് അവസാനിക്കും. ഈ ഒരു വെപ്രാളവും ഈ ഒരു പിന്നെ എന്തുവാ പറയുന്നത്, ഈ ഒരു ഇപ്പോഴുള്ള ആവേശം ഉണ്ടല്ലോ, ആവേശം അവസാനിച്ച് കഴിഞ്ഞാൽ വീണ്ടും ലഹരി കച്ചവടം നടന്നുകൊണ്ടിരിക്കും, വീണ്ടും പഴയതുപോലെ തന്നെയാവും. അപ്പോൾ അങ്ങനെ ആവരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ലഹരി തീർത്തും കേരളത്തിൽ നിന്ന് ലഹരി ഒഴിവാക്കേണ്ടതാണ്. ഒരുപാട് കൂടുതലായിട്ട് പല രൂപത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു മുട്ടായി രൂപത്തിലൊക്കെ ഇപ്പോൾ ലഹരി വിൽക്കുന്നുണ്ട്. നമുക്ക് പത്രത്തിൽ കണ്ടത് ഏതൊക്കെയോ മുട്ടായികളിൽ ലഹരി കയറ്റി. ഒരു മുട്ടായി ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും അത് തിന്നണമെന്ന് തോന്നും, പിന്നെ അതിന് അഡിക്റ്റാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് എന്തിനായാലും സർക്കാർ തന്നെയാണ് ഇതിന് മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടത്. അതാകുമ്പോൾ സർക്കാർ മിഷണറീസ്, പിന്നെ എക്സൈസ് ആയാലും പോലീസ് ആയാലും ബാക്കിയുള്ള നമ്മുടെ മീഡിയ എല്ലാവരും, നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് വേണം ലഹരിക്കെതിരെ കൈകോർത്ത് ലഹരി വ്യാപനം തടയുന്നതിനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിമയായവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനും റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ടല്ലോ. അപ്പം അവിടെയൊക്കെ കൊണ്ടുപോയി അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിനും കൂടെ നമ്മൾ ഉത്സാഹിച്ച് ഇറങ്ങിയേ മതിയാവുള്ളൂ. എന്നാലേ ഈ ലഹരി എന്നുള്ള വലിയൊരു വിപത്ത്, നാടിന് ആപത്താണത്, അത് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്നൊരു അമ്മ പറഞ്ഞത്, എൻ്റെ മോന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയല്ല ചിന്തിക്കാറില്ല. എൻ്റെ മോന് കുഴപ്പമില്ല, എൻ്റെ മോൻ അങ്ങനെ അത്രക്കാരനൊന്നുമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, എല്ലാ മക്കളും നമ്മുടെ മക്കളാണ്, നമ്മുടെ തലമുറയാണ് നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സർക്കാർ മുന്നിട്ട് ഇറങ്ങുക, ഓർഡർ കൊടുക്കുക പോലീസിന്. പോലീസ് നന്നായിട്ട് ഇറങ്ങി കർശനമായിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കത്തിച്ചെണി ചോടി ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ പറ്റുമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം.
ഇപ്പോഴത്തേക്കും ടാറ്റാ.